ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഏണ്ടി വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ തെച്ചമ്മീർ ഓണമേലുണ്ട്. കുറേ ദിവസമായി നമ്മൾ അങ്ങോട്ട് പോവാത്തത്. അപ്പം വീഡിയോ കാണാം. അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. ഈ സമയത്ത് ചെറുങ്ങനെ മഴ തോർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടയുടെ മുന്നിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും വാങ്ങണമല്ല. അപ്പം മിന്നുവിനൊരു മാമൻ കൊണ്ടുപോയിട്ട് രണ്ട് മഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ടില്ലേ കളിയാണ് ഇവൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേണ്ടി വീട്ടിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു വീടുണ്ട്. നമ്മളെ റിലേറ്റീവിൻ്റെ വീടാണ്. അവിടെ എന്തോ ഒരു കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങുണ്ടായതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു പായസം തന്നിട്ടുണ്ടായിരുന്നു. കുടിച്ചു മോളെ പറഞ്ഞിട്ട്. പിന്നെ പിന്നെ ഇവിടുന്ന് വരുന്നില്ല, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാനിനി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ സ്വന്തം വേണ്ടി വീടാണ് കേട്ടോ. അവരൊന്നും അറിയില്ല, നമ്മൾ വരുന്ന കാര്യമൊന്നും ആരും അറിയില്ല. അപ്പം ദച്ചമ്മയും രോണമ്മയും മാത്രമേ ഇല്ലൂ ഇടാം. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അവർ നമ്മൾ കാണുമ്പം തന്നെ കുറേ നാളായി ഇങ്ങോട്ട് വരാത്തതും. ടി വിയുടെ മുമ്പിലാണ് രണ്ടാളും, കണ്ടില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മിന്നൂസിനോടായി ലോഹ്യം പറിച്ചിലും കാര്യങ്ങളൊക്കെ. പൊന്നൂനെ കൂട്ടിയിട്ടാണ്. പൊന്നു തറവാട്ടിലല്ലേ അമ്മേരെ അച്ഛൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പം പൊന്നൂനെ എന്താ കൂട്ടാഞ്ഞിനൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് രോണിയമ്മ. പിന്നെ കുറേ നാളായില്ലേ നിങ്ങളെല്ലാം കണ്ടിട്ട്, നമ്മളെല്ലാം ഓർമ്മയുണ്ടാ, നിങ്ങൾക്ക് നമ്മളെല്ലാം മറന്നല്ല എന്നെല്ലാം പറഞ്ഞിട്ട് രോണിയമ്മേരെ കുറേ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാന്ന് നമ്മൾ കുറേ നേരം അടിയിരുന്നു. പിന്നെ തെച്ചമ്മക്ക് വയ്യായിട്ടുണ്ട്. നമ്മുടെ പൂജാ റൂമാണ് കേട്ടോ, നമ്മളെ വേണ്ടി വീട്ടിൻ്റെ പൂജാ റൂം. ഇത് നമ്മളെ അമ്മമ്മയാണ്. അപ്പം മിന്നുവിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതാ അവർ വിളക്കത്തിച്ചിട്ട് രാവിലെ പൂവ് വെച്ച് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയാണ്. വിളക്കിൻ്റെ അടുത്ത് ഒരു പൂവും വെച്ചക്കൂലോള്, എല്ലാം പറിച്ച് കളയും. ദച്ചമ്മക്ക് ഇത് കണ്ടിട്ടാണെങ്കിൽ, ഓളെ കളി കണ്ടിട്ടാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്. ദച്ചമ്മേരെ ചിരി കണ്ടിട്ടാണ് ഓക്ക് ദച്ചമ്മേനോടത്ത് ഇങ്ങനെ തുമ്പിലിട്ട് കളിയായിരുന്നു. ഫുള്ള് ദച്ചമ്മേന ചെയ്യലും ആക്കലെല്ലായിരുന്നു. പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദച്ചമ്മക്കൊന്നും മനസ്സിലാവുന്നില്ല. ആളുടെ മൈൻഡൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ദച്ചമ്മേരെ മേത്തേക്ക് കയറില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാനും ദച്ചമ്മയും കൂടെ ഇങ്ങനെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് തന്നു. അപ്പം ദച്ചമ്മയോട് ഞാൻ എന്തെല്ലോ ചോദിക്കുന്നുണ്ട്. ദച്ചമ്മ എന്നെ അറിയോ, എന്താന്ന് ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദച്ചമ്മ എൻ്റെ മോളല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ദച്ചമ്മ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ ഷെൽഫിൽ നിന്ന് പുതപ്പെല്ലാം വാരിക്കെട്ടി വരുന്നുണ്ട്. ഇവിടെ പോകാനാ നമ്മ പുതപ്പെല്ലാം വാരിക്കെട്ടിയിട്ട്, അല്ല ഇവിടെ നിൽക്കാനാണാവോ ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ദച്ചമ്മയോട് ദച്ചമ്മ ഒന്ന് ചിരിച്ചാട്ടെ എന്ന് പറയുമ്പോൾ ദച്ചമ്മ നല്ല രീതിയിൽ സുന്ദരി കുട്ടിയായിട്ട് ചിരിച്ചിട്ടുണ്ട്. പിന്നെ രോണിയമ്മ പറഞ്ഞു എന്നാൽ പിന്നെ ചായ എടുക്കാം അല്ലേ. അപ്പോൾ പിന്നെ പൊന്നു ഇല്ലാത്തതുകൊണ്ട് തന്നെ രോണിയമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പൊന്നൂനെ കൂട്ടാതെ വന്നിനി. ആ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴല്ലേ നമ്മളൊരാൾ വിരുന്നുകാരനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ മൂസർക്കൊന്നും പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഓളെ കണ്ടിട്ട് തവളയാണ് പേടിച്ചിട്ട് പോയത് കേട്ടാ. തവള പോയപ്പോൾ ഞാൻ സമാധാനമായി. ഭാഗ്യം ആ തവള രക്ഷപ്പെട്ടില്ലെങ്കിൽ തവളയുടെ ജീവൻ ഇന്ന് കളഞ്ഞേനെ. അപ്പോൾ ആ സമയത്ത് ഇതാ ഒരു പൂച്ച വന്നിട്ടുണ്ടായിനി. അത് പ്രഗ്നൻ്റായ പൂച്ചയാണ്. അതിനെ കണ്ടപ്പം തന്നെ മിന്നൂസ് തുടങ്ങി. മിന്നൂസിന് കൊടുത്ത ചായക്കടിയെല്ലാം പൂച്ചക്ക് ഇട്ട് കൊടുത്ത് പൂച്ച തിന്നലായിരുന്നു. പിന്നെ വെച്ചു നല്ലൊരു കാര്യമല്ലേ, തിന്നട്ടെ, ഈ മഴയത്ത് എന്ത് കിട്ടാനാ അവർക്കൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചു. അതുകൊണ്ട് തന്നെ മിന്നുനെ ചീത്തയൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ എൻ്റെ എപ്പം വന്നു കഴിഞ്ഞാൽ ദച്ചമ്മേരെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഹോബിയാണ് ദച്ചമ്മ ഒന്ന് പേ നോക്കി തരുമെന്ന്. പേ നോക്കിയിട്ട് കൊണ്ട് നിൽക്കുമ്പോൾ ദച്ചമ്മ പറയും ഒന്നുമില്ലാണ് ഈ തലയിൽ, ഒന്നുമില്ല പറയും. ഒന്നുമില്ല പറയുമ്പോൾ ഞാൻ ദച്ചമ്മയോട് പറയും എന്നാൽ പിന്നെ മടഞ്ഞാൽ ദച്ചമ്മയെ മുടി കെട്ടിത്താന്ന് പറയും. ദച്ചമ്മ അങ്ങനെ ഇരുന്ന് മുടി കെട്ടിത്തരുവേ. ഇന്നിപ്പോൾ ആൾക്ക് മടുത്തിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തുമ്പോഴത്തേക്ക് പൊന്നൂന് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ഉണ്ടായിനി, കൂട്ടാതെ പോയതിൻ്റെ. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പോയതാണ്, അതാണ് ഓളെ കൂട്ടായിന് കേട്ടാ. കണ്ടില്ലേ ഫോട്ടോസെല്ലാം ചുമര് തീർത്ത് എല്ലാവരും ഫോട്ടോസും ഉണ്ട് കേട്ടാ. അത് പൊന്നൂസിൻ്റെ പിറന്നാളിൻ്റെ ഫോട്ടോസെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഹാള് ഫുള്ളും ഫോട്ടോസാണേ. അപ്പം പിന്നെ ഇന്നിപ്പോൾ ഏതായാലും ഇവിടെ നിൽക്കണം എന്നില്ല മൈൻഡാണ് ആൾക്കുള്ളത്. അപ്പം പിന്നെ രണ്ടാളെയും നിൽക്കാൻ വേണ്ടി സമ്മതിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നത്തെ വീഡിയോ എത്രയില്ല, ടാറ്റാ.